ഒരു തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാർലമെന്റ് വിളിച്ചു ചേർക്കാനാണ്. വരുന്ന ദിവസങ്ങളിൽ അതിന്റെ പ്രതികരണം പ്രതീക്ഷിക്കാം. അതിനപ്പുറത്ത് ഇപ്പൊ സൈനികമായ നടപടികളിലേക്ക് പോകുന്നതിനെ രാജ്യം ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കില്ലേ? അക്കാര്യത്തിൽ രാഷ്ട്രീയ വ്യത്യാസമുണ്ടോ? അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിനാർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? ഒരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അത് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണല്ലോ. സൈനിക നടപടി അല്ലെങ്കിൽ ഏത് നടപടി ഈ ആക്രമണത്തിനെതിരായിട്ട് ഇന്ത്യ സ്വീകരിക്കണം എന്നുള്ളതിന്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം ഈ സർക്കാരിനാണ്. ആൾക്കാരെ പറഞ്ഞാൽ അയ്യോ സോറി ചേട്ടാ. അതെ, ഞങ്ങൾ ഭരിക്കുമ്പോൾ മാത്രമേ എന്നെ എത്ര ചൊറിച്ചില്. തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പൊ പ്രശ്നം വെച്ചാൽ ഈ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓതന്റിക് ആയിട്ടൊരു വാർത്ത ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നടന്നൊരു യോഗത്തിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള സ്പെക്കുലേഷൻ അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് റിപ്പോർട്ടിങ്ങിൽ നിന്ന് നമുക്ക് ഇതൊക്കെ വായിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണോ ചോദിച്ചാൽ അത്ര വലിയ ഉറപ്പില്ല. നമ്മൾ കണ്ടില്ലേ, ലണ്ടനിൽ UN മറ്റേ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ഓഫീസിന്റെ മുന്നിൽ ഈ ഹിന്ദുത്വ വർഗീയവാദികൾ, അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്, ഹിന്ദുത്വ വർഗീയവാദികൾ ഇത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ശരിയാണല്ലോ, ചേട്ടൻ തന്നെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. പരമാധികാരത്തിനെതിരെ ആക്രമണം നടന്നിട്ട് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യ ഒരുമിച്ച് നിന്ന് പാകിസ്ഥാന്റെ ആക്രമണത്തിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്ന് പറയേണ്ട സമയത്ത് ലണ്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ഓഫീസിന്റെ മുന്നിൽ ചെന്ന് ഞങ്ങൾ ഇന്ത്യക്കാരല്ല, ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾക്കെതിരെയാണ് ആക്രമണം നടന്നു എന്നുള്ള രീതിയിലേക്ക് ഇതിന്റെ പ്രചരണം പോകുമ്പോൾ ഈ രാജ്യത്തിന്റെ നേതാവ്, ഈ രാജ്യത്തിന് ഒരു ദിശാബോധം നൽകേണ്ട നരേന്ദ്രമോദി എവിടെയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കശ്മീരിലെ അന്നത്തെ ആ യുവാക്കൾ, ആ കശ്മീരിലെ ജനങ്ങൾ ആ രാത്രി ഇറങ്ങി നിന്നുകൊണ്ട് ഇത് ഞങ്ങൾക്ക് കൂടി എതിരെയുള്ള ആക്രമണമാണ് പ്രതിഷേധവുമായി ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ ആക്രമണത്തെ ഇന്ത്യയിൽ പാകിസ്ഥാൻ വിചാരിച്ച രീതിക്ക് കൊണ്ടുപോകാൻ ഈ സംഘപരിവാർ ശക്തികൾക്ക് കഴിയുമായിരുന്നു. അതെന്റെ ഒരു ആരോപണം തന്നെയാണ്. പക്ഷേ ശ്രീ രാജു പി നായർ, ഈ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുമ്പോൾ നമ്മൾ നോക്കൂ, ഇതൊരു ഇന്റർനാഷണൽ ഫ്രണ്ടിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ന് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയെ കാണാനില്ല, ഉടൽ മാത്രമുള്ള തലയില്ലാത്ത പോസ്റ്ററില്ലേ, ഗയാബ് എന്ന് പറയുന്ന പോസ്റ്റർ, അത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ ഷെയർ ചെയ്യുകയാണ്. അതിനൊന്നും ഇല്ലേ? കോൺഗ്രസ് പാർട്ടിയുടെ INC കേരളയുടെ ട്വീറ്റ് 200 കിലോമീറ്റർ ഉള്ളിൽ വന്ന് സ്ട്രൈക്ക് നടത്തിയത് എങ്ങനെ എന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ആ ആക്രമണത്തിന്റെ സ്വഭാവത്തെ പോലും സസ്പീഷ്യസ് ആയി കാണുന്ന പോസ്റ്റ് പുറത്ത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ ഷെയർ ചെയ്യാണ്. അവൻ കൊച്ചല്ലേ, വിവരം വരാൻ ഇനിയും 2-3 വർഷം എടുക്കും. അതിനുള്ള വളം ഞാൻ ഇടുന്നുണ്ട്. ഇതൊരു നാഷണൽ എമർജൻസി ആണല്ലോ, അല്ലെങ്കിൽ ഒരു നാഷണൽ ആ നിലയ്ക്ക് നമ്മുടെ ദേശീയ തലത്തിലുള്ള ഒരു ക്രൈസിസിനെ നേരിടുമ്പോൾ, ഒരു നാഷണൽ ക്രൈസിസിന്റെ വേളയിൽ അതിൽ കേവല രാഷ്ട്രീയവും സങ്കുചിത രാഷ്ട്രീയവും കാണേണ്ട കാര്യമുണ്ട്. അത് അയൽവക്കാർക്ക് വലിയ ആഘോഷമാണ്. അത് സ്നേഹം കൊണ്ട് മാത്രമാണ്. അപ്രത്യക്ഷമാവുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുമ്പോൾ. സത്യം ചോദിക്കുമ്പോൾ മറ്റാരെങ്കിലും അതെടുത്ത് ആ സത്യത്തെ പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക്. കാശ്മീരിലേക്ക് 1,80,000 സൈനികരെ വെട്ടിച്ചുരുക്കിയത് JD പക്ഷി പറഞ്ഞ അഭിപ്രായം നിലനിൽക്കുമ്പോൾ അങ്ങോട്ടേക്കൊരു ഫോഴ്സ് മൂവ് ചെയ്യുന്നതിന്റെ വാർത്ത പോലും നമുക്കറിയില്ല. പക്ഷെ അപ്പുറത്തെ സൈഡിൽ പാകിസ്ഥാന്റെ ഫോഴ്സ് അവിടെ കൂട്ടുകയാണ്. എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മിസ്റ്റർ രാജു പി നായർ പറഞ്ഞ ഒരു ചോദ്യമല്ല, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റിനോട് എനിക്കറിയില്ല, നമുക്ക് വിവരമില്ല, ഇതിനെക്കുറിച്ച് യാതൊരു അറിവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. സൈന്യത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടായോ ഇല്ല എന്നുള്ളത് അത് സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ മൂവ്മെൻറ്റ് മുഴുവൻ നമുക്കറിയുന്നുണ്ട്. നമ്മുടെ സൈന്യത്തിൻ്റെ മൂവ്മെൻറ്റ് അതുകൊണ്ടാണ് സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്നതും അത് അതുപോലെ നടക്കുന്നുമുണ്ട്. അത് അപ്പം അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. ഇത് രാജ്യത്തിനെതിരെ നടന്നിട്ടൊരു ആക്രമണമാണ്, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ ഒരു മതവിഭാഗം നടത്തിയിട്ടുള്ള ആക്രമണമല്ല എന്ന് ഒരു നിലപാട് രാജ്യം പൊതുവായി സ്വീകരിക്കുന്ന സമയത്തും ഇത് ഒരു മതവിഭാഗത്തിനെ മാത്രം പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്കെതിരെ ഏതോ തരത്തിലുള്ള ആക്രമണം നടക്കുന്നു, അവരെ ഡിഫെൻഡ് ചെയ്യാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഈ നിലപാടുകൾ സ്വീകരിക്കുന്ന ആരാണ്? ഈ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിന്റെ ഈ നിലപാട് പൂർണ്ണമായി അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. രാജു പി നായർ ഈ ചർച്ചയിൽ പറഞ്ഞു നോക്കൂ, ലണ്ടനിലെ ഹൈക്കമ്മീഷന്റെ മുന്നിൽ പോയിട്ട് I am a ഹിന്ദു എന്ന് പറഞ്ഞിട്ട് കാർഡ് ഉയർത്തിയിട്ടുള്ള ആളുകൾ ഹിന്ദു വർഗീയവാദികൾ, ഹിന്ദു തീവ്രവാദികൾ എന്നാണ് അദ്ദേഹം വിളിച്ചത്. എന്നാൽ അതേ സമയത്ത് കാശ്മീരിൽ ഓരോ മനുഷ്യരോടും മതം ചോദിച്ച് ഹിന്ദു ആണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വെടിവെച്ച് കൊന്നിട്ടുള്ള ആളുകൾ അവർ മതഭീകരവാദികളാണെന്ന് സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറല്ല. അവർ കൊല്ലപ്പെട്ടത് അവർ ഇന്ത്യക്കാരായതുകൊണ്ട് മാത്രമല്ല. ഞാൻ മാമനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. ശരി,
ഞാൻ മുഴുവൻ പറയട്ടെ. കശ്മീരിൽ പഹൽഗാമിൽ നടന്നിട്ടുള്ള സംഭവം, പഹൽഗാമിൽ ആളുകൾ കൊല്ലപ്പെട്ടത് അവർ ഇന്ത്യക്കാരായതുകൊണ്ട് മാത്രമല്ല, അവർ ഹിന്ദുക്കളായതുകൊണ്ട് കൂടിയാണ്. ഓരോരുത്തരോടും അവരവരുടെ മതം ചോദിച്ച് അവർ ഹിന്ദുവാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കലിമ ചൊല്ലാൻ പറഞ്ഞ് കലിമ ചൊല്ലാൻ കഴിയാത്ത ആളുകളെ, അതും സാധിക്കാത്ത ആളുകളെ വസ്ത്രം താഴ്ത്തി നോക്കിയിട്ട് അവർ സുന്നത്ത് ചെയ്തിട്ടുണ്ടോ നോക്കി അവരുടെ മതം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് നിർത്തിയുള്ള കൊലപാതകമാണ്. അതിന് മതപരമായിട്ടുള്ള ഒരു ആസ്പെക്ട് ഉണ്ട്. എന്താ സത്യമല്ല, ഇതൊക്കെ അവിടെ നടന്നതല്ലേ? പ്രഖ്യാപിത ലക്ഷ്യം എന്താണ്? റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയുന്നവരുടെ ലക്ഷ്യം എന്താണ്? കശ്മീർ താഴ്വരയിൽ ഹിന്ദുക്കൾ വന്ന് സെറ്റിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ മെയിൻലാൻഡിൽ നിന്നുള്ള ആളുകൾ വന്ന് സെറ്റിൽ ചെയ്തിട്ട് കശ്മീരിന്റെ ഡെമോഗ്രഫിയെ മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കശ്മീരിലേക്ക് മുസ്ലിങ്ങൾ മാത്രം വന്നാൽ മതി, ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ വരേണ്ടതില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരുടെ മനസ്സിൽ ഭയം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വം മതം ചോദിച്ച് ഉണ്ടാക്കിയത്. എന്നിട്ടും ഇതിലൊരു മതപരമായിട്ടുള്ള ആംഗിളിലല്ല, ഇത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഭീകരവാദം എന്നുള്ള രീതിയിൽ പാകിസ്ഥാനെതിരെയും ഭീകരവാദികൾക്കെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതല്ലാണ്ട് ഏതെങ്കിലും മുസ്ലിം ആയിട്ടുള്ള മനുഷ്യനെതിരെ, ഇസ്ലാമിനെതിരെ ഇവിടെ ഒരു BJP നേതാവ് സംസാരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും ഇവിടെയുള്ള ഈ രാജു പി നായരെ പോലെയുള്ള ആളുകളുടെ പ്രശ്നം പാകിസ്ഥാനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ചർച്ച ചെയ്യുമ്പോഴും പ്രധാനമന്ത്രി മുസ്ലിങ്ങൾക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ട് പ്രസംഗം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ സമയത്ത് പ്രധാനമന്ത്രി ആദ്യം രാജ്യത്തെ മുസ്ലിങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവരെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കണം എന്നുള്ളതാണ്. ഇതിൽ ആരാണ് തീവ്രവാദികൾ എന്ന് ആലോചിച്ച് നോക്കൂ. അതായത് കശ്മീരിൽ മതം ചോദിച്ച ആൾക്കാർ വെടിവെച്ച് വന്നിട്ടുള്ള ആൾക്കാർ ഇയാൾക്ക് മതഭീകരവാദിയല്ല, എന്നാൽ ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സ് വെച്ചിട്ടുള്ള ആൾക്കാർ ഇയാൾക്ക് ഹിന്ദുത്വ തീവ്രവാദികളാണ്. ഹിന്ദു ആയതിന്റെ പേരിലാണ് ആക്രമിക്കപ്പെടുന്നത് എന്നത്, അവിടെ ഹിന്ദുവായി ആൾക്കാർ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നത് ഒരു ഇന്റർനാഷണൽ ഫോറത്തിൽ ഒരാൾ ഉയർത്തുമ്പോൾ, ഞാൻ ഇന്ത്യക്കാരനല്ലെന്നാണ് പറഞ്ഞിട്ടില്ല, ഞാൻ ഹിന്ദുവാണ്, ഹിന്ദു ആയതിന്റെ പേരിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് ഒരു വാലിഡ് ആയിട്ടുള്ള ആവശ്യമാവുന്നില്ല എന്നുള്ളത് ആലോചിക്കണം. ഇവിടെ മതം കലർത്തിയത് ആരാ? ആദ്യമായിട്ട് ഈ വിഷയം മുസ്ലിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ഭീതിയും ആശങ്കയുമാണ് ഇതിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞത് റോബർട്ട് വദ്രയാണ്. നിങ്ങളുടെ കോൺഗ്രസിന്റെ ഉയർന്ന നേതാവായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായിട്ടുള്ള റോബർട്ട് വദ്രയാണ് പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആശങ്കയിലാണ്, അവരുടെ ആശങ്കയാണ് ഇത്തരം കാര്യങ്ങൾക്ക് വഴിവെക്കുന്നത്. UPA മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന സൈഫുദ്ദീൻ സോസാണ് പറഞ്ഞത് പാകിസ്ഥാൻ ഈ കാര്യത്തിൽ യാതൊരു പങ്കാളിത്തവും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ സംശയിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവരെ വെറുതെ വിടണമെന്ന്. DK ഹരിപ്രസാദ് എന്ന് പറയുന്ന കർണാടകയിലെ കോൺഗ്രസിന്റെ മന്ത്രിയാണ് പറഞ്ഞത് BJP-കാർക്ക് പാകിസ്ഥാൻ ശത്രുരാജ്യവും മറ്റുമൊക്കെ ആയിരിക്കും, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല അയൽക്കാർ മാത്രമാണെന്ന്. കണ്ടില്ലേ ഭീമ, ഇതാണ് ഇവിടുത്തെ അംഗം. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യയാണ് പറഞ്ഞത് ഈ സമയത്ത് പാകിസ്ഥാനെതിരെയുള്ള ഒരു നടപടിയെ ഞാൻ ഒരു നിലയ്ക്കും പിന്തുണയ്ക്കുന്നില്ല, ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾക്കാണ് മുൻതൂക്കം എന്ന് പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ കോൺഗ്രസ് കേരള എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ ഇട്ടിട്ടുള്ള ഈ പെഹൽഗാം ആക്രമണത്തെ പറ്റി സംശയം ജനിപ്പിക്കുന്ന ട്വീറ്റാണ് പാകിസ്ഥാനിലെ ഭീകരവാദികൾ പോലും ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ തന്നെയാണ് പെഹൽഗാം ആക്രമണം സംഘടിപ്പിച്ചത്, പാകിസ്ഥാനെതിരെ ഫോൾസ് ഫ്ലാഗ് റൈസ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ട്വീറ്റാണ് പാകിസ്ഥാനിലെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടത്തെ കപ്പിത്തന്മാരാരെങ്കിലും നാറ്റിക്കണ കണ്ടാ എനിക്ക് സഹിക്കില്ലടാ. കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ആദ്യം മുതൽ അവസാനം വരെ ഇതിൽ നിന്ന് മുസ്ലിങ്ങളെ അടർത്തി നിർത്തിക്കൊണ്ട് ഈ പഹൽഗാം ആക്രമണം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെ സംശയം ഉണ്ടാക്കാനുള്ള എന്തോ ഒരു പ്രവണതയാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം പാകിസ്ഥാനല്ല മറുപടി പറയേണ്ടത്, നമ്മൾ ആദ്യം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുകയാണ് വേണ്ടതെന്നുള്ള പോലെ ഒരു ദേശീയ വിഷയത്തെ ഒരു മതപരമായിട്ടുള്ള വിഷയമാക്കി മാറ്റാൻ ശ്രമിക്കുകയും അതിൽ പോലും ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ലജ്ജയില്ലാത്ത രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ കോൺഗ്രസ് പാർട്ടിയാണ് രാജ്യത്തിന് മുമ്പിൽ നിന്ന് തൊലിയുരിഞ്ഞു നിൽക്കുന്നത്. ഒരു പാർട്ടിയെ കുത്തുവാള എടുപ്പിക്കാൻ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലോ. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വിഷയം ഹിന്ദു മുസ്ലിം വിഷയമാണെന്ന് പറഞ്ഞു തീർക്കേണ്ടത് ഇവരുടെ ആഭ്യന്തര വിഷയത്തിന്റെ പ്രശ്നമാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ളത് രണ്ട് ശത്രു രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. ഈ നാട്ടിൽ അത് മുസ്ലിങ്ങൾക്കെതിരെ ആക്കാൻ കഴിയുമോ എന്നുള്ള ചിന്ത മാത്രമാണ്. അതല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ഹിന്ദു മുസ്ലിം പ്രശ്നമാണെന്ന് പറയുന്ന ഈ ശങ്കുട്ടി ദാസിനെ എന്താ ചെയ്യേണ്ടത്? രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ഒരു മിനിറ്റ് ശ്രീ ശങ്കുട്ടി ദാസ്, പെട്ടെന്ന്. ശ്രീ രാജു പി നായർ നിങ്ങൾ കണ്ണടച്ചതുകൊണ്ട് ലോകത്തിന് മുഴുവൻ ഇരുട്ടാവില്ല. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായത് തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും പാകിസ്ഥാനും താങ്കൾ അതാണ് ചോദ്യം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് ഹിന്ദു മുസ്ലിം വിഷയമാണെന്ന് പറഞ്ഞത് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? മിണ്ടാതിരിക്കൂ. ശരി, രണ്ടുപേരും കേട്ടില്ലേ? ഇതിൽ പരം ഈ രാജ്യദ്രോഹികളെ ഈ രാജ്യത്ത് വെച്ചോണ്ടിരിക്കാവോ? അവര് തമ്മിൽ കോമ്പറ്റീഷൻ അല്ലേ? അവരിൽ ആരാണ് കൂടുതൽ ബോറന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തില്ല. ഇത്രയും വലിയ രാജ്യദ്രോഹം മറ്റൊന്നുണ്ടോ?
ഈ രാജ്യത്ത് ഇതിനപ്പുറം വലിയ എന്ത് രാജ്യദ്രോഹം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത് ഇന്ത്യയുടെ രാജ്യത്തെ സംബന്ധിച്ചല്ല. ഇന്ത്യ അവർക്ക് ഇതുണ്ടായിരിക്കാം, പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് ഒരു ഹിന്ദു മുസ്ലിം വിഷയമല്ല. അവൻ റൂട്ട് തിരിക്കുക. കളിപ്പിക്കുമ്പോ ഒരു പുതുമ വേണ്ടേ? ഏത് സംഘർഷമുണ്ടായാലും പ്രധാനമായിട്ടും അത് മതപരമായി മാറ്റി തീർക്കാൻ പാകിസ്ഥാൻ എക്കാലത്തും ശ്രമിക്കുന്നുണ്ട്. കാരണം ഇന്ത്യ മതേതര രാഷ്ട്രമാണ്, പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമാണ്. അതിനകത്ത് ഭീകരതയ്ക്ക് മതമുണ്ടോ എന്നുള്ള ചോദ്യം തന്നെ അശ്ലീലമാണെന്നാണ് എൻ്റെ അഭിപ്രായം. മതമുണ്ട്. കണ്ടോ ലഷ്കർ-ഇ തൈബ ഒരു ഇസ്ലാമിസ്റ്റ് സലഫി ജിഹാദിസ്റ്റ് പ്രസ്ഥാനമാണ്. അതിന് കൃത്യമായിട്ടുള്ള ഐഡിയോളജി ഉണ്ട്. അതുകൊണ്ട് ആ ഐഡിയോളജി വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ആയിട്ട് തന്നെ കാണണം. ഒരു തീവ്രവാദ സംഘത്തെയും ഒരു സംഘടിത കുറ്റവാളി സംഘത്തെയും തമ്മിൽ വേർതിരിച്ച് നിർത്തുന്നത് അതിൻ്റെ ഐഡിയോളജിയാണ്. അതുകൊണ്ട് കാശ്മീരിൽ പ്രവർത്തിക്കുന്ന, ഇന്ന് ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘങ്ങൾക്ക് പ്രധാനമായിട്ടും റിലീജിയസ് ഐഡിയോളജിയും എത്നിക് ഐഡിയോളജിയാണുള്ളത്. കൂ ക്ലസ് ക്ലാൻ എന്ന് പറയുന്നത് ഒരു വംശീയ ഭീകര സംഘമാണ്. കാരണം അവരുടെ ഐഡിയോളജി വംശീയതയാണ്. അതേസമയം ഈ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് കടന്ന് ഇന്ത്യയിൽ അക്രമം നടത്തുന്ന ഭീകര സംഘങ്ങൾക്ക് മതമുണ്ട്. അവര് ജിഹാദിസം എന്ന ഐഡിയോളജിയാണ് മുന്നോട്ട് വെക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ തടി വരാൻ നോക്കണ്ട. നമ്മൾ കണ്ടിട്ടില്ല, കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. ഇനി രണ്ടാമത്തെ കാര്യം, ഏതൊരു സംഘർഷം ഉണ്ടായാലും വളരെ പെട്ടെന്ന് നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിനകത്ത് രണ്ട് കാര്യങ്ങൾ വരും. ഒരു വിഭാഗം ആളുകൾ ഉടനെ തന്നെ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകളെ പറത്തും, യുദ്ധം പാടില്ല, യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ ദുരന്തമുണ്ടാകും, കൊലാറ്ററൽ ഡാമേജ് ഉണ്ടാകും, സാധാരണക്കാർക്ക് പ്രശ്നമുണ്ടാകും. വേറൊരു വിഭാഗം നാഷണലിസ്റ്റ് ജിങ്കോയിസത്തിലേക്ക് പോകും. ഉടനെ തന്നെ തകർക്കണം, പാകിസ്ഥാനെ ഞങ്ങൾ ബോംബിട്ട് തകർക്കും എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരും. ഈ രണ്ട് വിഭാഗം ആളുകളും ഈ രാജ്യത്തിന് അപകടകരമാണ്. ഈ രണ്ട് വിഭാഗം ആളുകളിൽ നിന്നും ഇന്ത്യൻ ജനത വളരെ കൃത്യമായ അകലം പാലിക്കണമെന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. കാരണം ഇത് രണ്ടും അപകടകരമാണ്. നമുക്ക് വേണ്ടത് വളരെ സൂക്ഷ്മമായി ഈ കാര്യങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ്. നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല. നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മല്. കൊടുക്കേണ്ടത് അപ്പൊ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അവനൊക്കെ തലയിൽ കയറും.